ഇന്ന് സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ നിങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കടലിൽ എല്ലാ മക്കളെയും ഒക്കെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്പിരിച്വൽ സന്ദേശം ബ്രദറിന് പറയാനുള്ളത് നമ്മുടെ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തിരുവചനവും അതുപോലെ ഒരു അത്ഭുത സാക്ഷ്യത്തെ കുറിച്ചാണ്. ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഒരുപാട് പതിനായിരക്കണക്കിന് മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം ദൈവമായ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ദൈവമായ കർത്താവ് ഒരുപാട് മക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ പറയാൻ അവർക്ക് ദൈവം അവസരം കൊടുത്തു. അതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ദൈവമായ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സന്ദേശം നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. നമുക്കിവിടെ എല്ലാവരും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. കാരണം ഈ എളിയവൻ ചെയ്യുന്ന ശുശ്രൂഷ കാണുവാനുള്ള ഒരു വലിയൊരു മനസ്സ് നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നു, ഈ സന്ദേശം ദൈവമക്കൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നതും അനുഗ്രഹമായിരിക്കും. മീൻസ് ഒരുപാട് മക്കളിലേക്ക് ദൈവത്തിന്റെ സന്ദേശം എത്തുക എന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവാൻ ഒത്ത കാര്യങ്ങളാണ് അതൊക്കെ. മീൻസ് ആരെങ്കിലും അതിലൂടെ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെങ്കിൽ അത് അനുഗ്രഹമാണ്. അത് വലിയൊരു കാര്യമാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട സന്ദേശമാണ് 2 സാമുവേൽ 22-ാം അധ്യായം 7-ാം തിരുവചനം. അപ്പോൾ വചനത്തെക്കുറിച്ച് ബ്രദർ പറയാനും അതുപോലെ ആ വചനത്തിലൂടെ ദൈവ പൈതലിന് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്നത്തെ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ ഈ വചനം എന്താണെന്നും വചനത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ഈ വചനം നമ്മൾ എങ്ങനെ ധ്യാനിക്കണമെന്നും ബ്രദർ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവസാനം ദൈവത്തോട് ചേർന്നിരുന്ന് 1 മിനിറ്റോ 2 മിനിറ്റോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് അനുഗ്രഹമുള്ള ഒരു പ്രാർത്ഥനയായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ കൈക്കൊണ്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടാണ് ബ്രദർ ഈ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ ടെലികാസ്റ്റ് ചെയ്യുന്നതും. നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നിങ്ങൾ ചെയ്യുക. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ നമ്മുടെ മാതാവിനോട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ റിക്വസ്റ്റ് അപേക്ഷിക്കാം. നമ്മുടെ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ കർത്താവ് ഇതെല്ലാം ഒറ്റപ്പെടുത്തലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചൊരു ദൈവത്തിനാണ്. ആ കർത്താവിന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. ജെറമ്യ 29:11 പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഈശോ പറയുന്നത്. തീർച്ചയായിട്ടും എത്ര വലിയ സത്യമാണ്. തമ്പുരാൻ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തമ്പുരാൻ നമ്മളെ നന്മയിലേക്കും വിശുദ്ധിയിലേക്കും നല്ല കാര്യത്തിലേക്കും ഉപയോഗിക്കുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. 2 സാമുവേൽ 22:7 വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. എന്താണ് അതിനർത്ഥം? കഷ്ടതയിൽ ഞാനും നിങ്ങളും എല്ലാവരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചൊരു ജീവിത രീതിയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ജീവിതം ദൈവം പരീക്ഷണത്തിലൂടെ കൊണ്ടുപോകുന്നു. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവത്തെ മറക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളും ദൈവത്തെ മറക്കാതെ ജീവിക്കാനാണ് നമുക്ക് ചില സഹനങ്ങളും ത്യാഗങ്ങളും ഒറ്റപ്പെടുത്തലും കഷ്ടപ്പാടുകളൊക്കെ തരുന്നത്. അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ എനിക്കത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് കർത്താവിനെ ആഴത്തിലേക്ക് പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. ആഴത്തിലേക്ക് എങ്ങനെ കർത്താവിനെ മനസ്സിലാക്കാം എന്ന് ഞാൻ പറയുന്ന ഒരു പ്രധാന വഴി
ഒന്ന് വിശുദ്ധ കുർബാന, രണ്ട് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും നമ്മുടെ പൊന്നു തമ്പുരാനെ നമുക്ക് ആഴത്തിൽ പഠിക്കാൻ സാധിക്കും. ആ സ്നേഹം എത്ര വലുതാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ലോകം നമ്മളെ ദൂഷിക്കാം, ലോകം നമ്മളെ കുറ്റപ്പെടുത്താം, ലോകം നമ്മളെ അപഹേളിക്കാം, മേ ബി ചില സമയം നമ്മൾ പരിഹസിക്കാം. അത് ലോകത്തിന്റെ സിസ്റ്റമാണ്. അത് എനിക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയില്ല, ഒരിക്കലും പറ്റില്ല. യുഗാന്തം വരെ അത് അതുപോലെ തന്നെ ആയിരിക്കും, ഒരിക്കലും പറ്റില്ല. കാരണം ഇതിനെ വിശദീകരിക്കാനാണ് തമ്പുരാൻ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ മക്കളെ സ്നേഹിക്കാൻ വന്നു. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? പിതാവിന്റെ ഹിതമാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഈ ലോകം അങ്ങനെയാണ്. ലോകത്തിൽ നമുക്ക് വലിയ പ്രാധാന്യ പ്രസക്തിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിന്റെ ഉദാഹരണം ഞാനൊരു പറയുന്നത്, നമുക്ക് ആരും വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ ഒന്നും നമ്മൾക്ക് ഇവിടെ മാറ്റർ അല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ലൈഫാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സഹജീവികളെയും സമൂഹത്തെയൊക്കെ സ്നേഹിക്കേണ്ടതുണ്ട്. ശരി തന്നെയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു, ചില നന്മകൾ ചെയ്യുന്നു. അതും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നന്മകൾ ചെയ്യുമ്പോൾ പ്രതിഫലം മനുഷ്യരിൽ നിന്ന് നിങ്ങൾ നോക്കണ്ട, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിലൊരു വ്യത്യാസമില്ല. നിങ്ങൾ എത്ര നന്മ ചെയ്തെങ്കിലും ദൈവം മറക്കുന്നവനല്ല. മനുഷ്യൻ മറക്കാം, ഞാനും മറക്കാം, നിങ്ങളും മറക്കാം. കാരണം സ്വാഭാവികം, അത് സത്യമാണ്, ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാവരും അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? നമ്മൾ ബലഹീനരാണ്, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാനും നിങ്ങളും ബലഹീനരായ ഒരു മനുഷ്യനാണ്. നന്മ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, തിന്മ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ടതയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നിങ്ങൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും രോഗാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒന്ന് ചെയ്ത് നോക്കുക. തമ്പുരാന്റെ സ്നേഹം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. തമ്പുരാനെ മഹത്വപ്പെടുത്തണം. അത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഏറ്റുപറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ദൈവപുത്രൻ തരുന്ന സന്ദേശം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒന്ന്, വിശുദ്ധ കുർബാന മീൻസ് ദൈവാരാധന, ദൈവത്തോടുള്ള ആരാധന ശക്തമാക്കുക. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഗ്രന്ഥം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ, അല്ലെ 1 മണിക്കൂർ, അല്ലെ 1.5 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് എത്ര പറ്റുന്നോ അത്രത്തോളം ഒന്ന് വായിച്ച് ധ്യാനിക്കുക. എന്നിട്ട് വായിച്ച് ധ്യാനിച്ചാൽ മാത്രം പോരാ, അതിലെ വചനങ്ങൾ നമ്മൾ പാലിക്കാൻ തയ്യാറാവണം. വചനങ്ങൾ പാലിക്കുന്ന ദൈവമക്കളായി മാറണം. അപ്പോൾ ആണ് ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്കും കുടുംബത്തിലേക്കും നിങ്ങളുടെ രോഗാവസ്ഥയിലേക്കും നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ ജീവിത രീതിയിലേക്കും പ്രവേശിക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഇതാണ് സത്യം. സത്യം ഇതാണ്. നമ്മൾ സത്യത്തിലേക്ക് തിരിച്ചു വരേണ്ട കാലഘട്ടമാണ് ഇനിയുള്ള കാലഘട്ടം. അല്ലാതെ നിങ്ങൾ ഓടിച്ചാടി അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യം നേടാം, സാധിക്കും, പക്ഷെ താൽക്കാലികം മാത്രമായിരിക്കും. പക്ഷെ യഥാർത്ഥ സിസ്റ്റം ഇതാണ്. നമ്മൾ ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുക, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു വാല്യൂ കൊടുക്കുക, ആ വചനം എടുത്ത് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. കാരണം ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ 7 വർഷമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ അല്ലെങ്കിൽ പ്രധാന ശുശ്രൂഷ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ കണ്ണൂരുകാരനാണ് ആ വ്യക്തി. എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല, ഞാൻ ആരെയും നേരിട്ട് കാണാറില്ല, കണ്ടിട്ടുമില്ല. ദൈവം അപൂർവം ചിലവരെ നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ശുശ്രൂഷയിലായതുകൊണ്ടാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും ആ മകൻ പ്രാർത്ഥന തുടങ്ങി. കാരണം ദൈവാരാധനയില്ലാതെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല, ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ബലഹീനരാണ്. ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. എല്ലാ കാര്യത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മുടെ കർത്താവായ പൊന്നു തമ്പുരാനാണ്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ ഞാനൊരു ഉപകരണം മാത്രമാകുന്നു. കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെയാണ് ഞാനും നിങ്ങളും. കാരണം ഏത് സമയത്തും
ഏത് സമയത്തും കളിമൺ പാത്രം എന്താ സംഭവിക്കുക? നമ്മൾ നമ്മുടെ നമ്മുടെ കലത്തിന് കളിമൺ പാത്രത്തിന് ഒരുപാട് പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? ഒന്ന്, നിങ്ങൾക്ക് ചോറുണ്ടാക്കാം, കറി ഉണ്ടാക്കാം, പല കാര്യങ്ങളും ചെയ്യാം. ഓക്കെ. രണ്ടാമതൊരു പ്രയോജനമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായി പോയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു മൺപാത്രം വാങ്ങി വെള്ളം കോരി വെച്ചു. ഓക്കെ, ശരി. കഷ്ടകാലത്തിന് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയാൽ എന്ത് സംഭവിക്കും? അത് ഉടഞ്ഞു പോകും. ഞാനും നിങ്ങളും അത് തന്നെയാണ്. ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും, ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്താ? ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനോ വിധിക്കാനോ ഒരു യോഗ്യതയുമില്ല. മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാൻ നമുക്ക് ഒരു യോഗ്യതയുമില്ല. കാരണം നിങ്ങൾക്ക് അതിനേക്കാൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ, ദൈവത്തിനും അറിയാം, പക്ഷെ ലോകത്തിന് അറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാനും അത് തന്നെ പറയും. ഒരുപാട് ഭാരങ്ങളും അസ്വസ്ഥകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുന്നത് ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന് മാത്രമാണ്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ 99% ആളുകളുടെ ലൈഫ് ഇത് തന്നെ ആയിരിക്കാം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കുശവന്റെ കയ്യില് കളിമൺ പാത്രം പോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടായി, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു, എല്ലാ കാര്യത്തിലും സഹായിക്കുന്നു, ശരി തന്നെയാണ്. നിങ്ങളെ സാമ്പത്തികമായിട്ടും മറ്റു മേഖലകളൊക്കെ സഹായിക്കുന്നു, ശരിയാ. പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് ഒരു തെറ്റ്, സംസാരത്തിലൂടെ ഒരു തെറ്റ് വന്നാൽ ആ സൗഹൃദം അതോടുകൂടി വിച്ഛേദിക്കപ്പെടുന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ എന്ത് നന്മ ചെയ്തെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ ഇത്രയും വർഷം ചെയ്ത എല്ലാ നന്മയ്ക്കും പ്രതിഫലം വട്ടപൂജ്യമായി മാറുന്നു. അതിനിപ്പോ മനുഷ്യനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മനുഷ്യന്റെ സിസ്റ്റം അല്ല അവിടെ പ്രവർത്തിക്കുന്നത്, പിശാചിന്റെ കൊടില തന്ത്രമാണ്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ആർക്കും ഈ ലോകത്തോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആ മനുഷ്യന്റെ തെറ്റല്ല. മനുഷ്യൻ നന്മ ചെയ്യുന്നു, മനുഷ്യന് തിന്മ വരുന്നത് ഒരു പൈശാചിക അരൂപിയാണ്. നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും, എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പോരായ്മകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളും നമുക്കുണ്ട്. ആ ഇല്ല എന്ന് പറയുന്നവരെ ഞാൻ പറയുന്നു, അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പ്രശ്നങ്ങളുണ്ട്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വസിക്കാം, കർത്താവിനെ വിശ്വസിക്കാം. ഈ ലോകം മൊത്തം നിങ്ങൾ അവോയ്ഡ് ചെയ്തെങ്കിലും നമ്മുടെ ദൈവം നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയില്ല, എന്നെയും അവോയ്ഡ് ചെയ്യുകയില്ല. ആ ദൈവം സർവശക്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ ലോകം മൊത്തം നിങ്ങൾക്ക് വിധി എഴുതിയെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന ആരാണെങ്കിലും ഞാൻ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ പറയുന്നു, ഈ ലോകം നിങ്ങളെ വിധി എഴുതാം, ഈ ലോകം നിങ്ങളെ അപഹേളിക്കാം, ഈ ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്താം, ഈ ലോകത്തിലെ എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോയെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എന്താണ് ആ ഒരു കാര്യം? നിങ്ങൾ ദൈവസന്നിധിയിൽ സറണ്ടർ ആകുക, തമ്പുരാനോട് അനുതപിക്കുക, തമ്പുരാനോട് പറയുക, ദൈവമേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഒരു അനുതാപം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ട് ദൈവസന്നിധിയിൽ പോയി നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം നമുക്ക് തിരുവചനം 5, 6, 7, 8, 9 ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജോബിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ അതുപോലെയുള്ള പ്രാർത്ഥനയുള്ള മക്കളായിരിക്കണം. എൻ്റെ പ്രാർത്ഥനകളും യാചനകളും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. എന്താണ്? കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവ് ഉത്തരം തരുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പാനിക് ആവരുത്. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മൾ ദൈവങ്ങളല്ല, നമ്മൾ സാധാരണ ബലഹീനരായ മനുഷ്യരാണ്. ഞാനും നിങ്ങളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണെന്ന് നമ്മൾ മുദ്ര വെക്കണം. എല്ലാത്തിൻ്റെയും ഉപരി വലിയവൻ നമ്മുടെ ദൈവം തമ്പുരാനാകുന്നു എന്ന് നമ്മൾ മുദ്ര വെക്കണം ഹൃദയത്തിൽ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ വരാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ 2 ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വേറൊരു അദൃശ്യ ശക്തിയും കൂടി പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ ആ അദൃശ്യ ശക്തിയെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നാവിലുണ്ടായിരിക്കണം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. 2 സാമുവേൽ 22 2 സാമുവേൽ 22:7. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകമുണ്ട്. നിങ്ങൾക്ക് കഷ്ടത വരുമ്പോൾ കർത്താവിന്റെ മുന്നിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പാ അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അബാ അബാ ഈശോയേ. അപ്പോൾ ആ ശക്തി എന്നെയും നിങ്ങളെയും ഒരു കവചമായി സംരക്ഷിക്കും. ആബാ എന്ന് വിളിക്കാനുള്ള ഒരു മനോധൈര്യം നിങ്ങൾക്കുണ്ടോ? ഈ ലോകം നിങ്ങളെ പരിഹസിക്കാം, നോ പ്രോബ്ലം, കുറ്റപ്പെടുത്താം, ചിലപ്പോൾ പല വ്യാഖ്യാനങ്ങളും തരാം, പറ്റും. ഈശോയെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ കർത്താവിന് കിട്ടിയ അപഹേളനങ്ങൾ? ഇഷ്ടംപോലെ. ഈശോയെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ കർത്താവിനെ തന്നെ ദൈവപുത്രൻ, നമ്മളൊക്കെ വെറും പുഴുകളും കൃമികളും കീടങ്ങളും മാത്രമാകുന്നു. ആ ദൈവപുത്രനെ മാനവകുലം പരിഹസിച്ചിട്ടുണ്ട്. പരിഹസിച്ചത്? ചെറിയൊരു കാര്യമാണെങ്കിലും അത് കർത്താവിന്റെ ഹൃദയത്തിൽ വേദന കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാനൊക്കെ തീർച്ചയായിട്ടും വേദനിക്കും. ഇവൻ ആ തച്ചന്റെ മകനല്ലേ, തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. തച്ചൻ എന്ന് പറയുമ്പോൾ അറിയാലോ, മരപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള്. അത്രയ്ക്കും അവഹേളന, തച്ചന്റെ മകൻ. അപ്പൊ നിങ്ങളുടെയും എന്റെയും ജീവിതത്തില് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ പ്രൊഫഷൻ എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. നമുക്ക് ചില സമയം അറിയാമായിരിക്കും, നമുക്ക് ലോകത്തോട് പറയാം. അവര് ചിലപ്പോൾ ആക്രി ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയം മരപ്പണിയായിരിക്കും, ചിലപ്പോൾ കല്ലുപണിയായിരിക്കും, ചിലപ്പോൾ കള്ള് ഷാപ്പിലായിരിക്കും, വേറെ ഞാൻ പറഞ്ഞ ഒരു പ്രൊഫഷൻ. അപ്പോൾ അവരുടെ മക്കൾ വളർന്ന് കുറച്ച് വലുതായി നല്ല പ്രതാപത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പാരമ്പര്യം എന്താകുന്നു? ആ പാരമ്പര്യം ചിലപ്പോൾ നല്ല ലെവലാകുന്ന അവര് പാരമ്പര്യം, നമ്മളെ പരിഹസിക്കേണ്ടവര് ആ പാരമ്പര്യം വെച്ച് പരിഹസിക്കും. അതിന് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ലോകം അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കുടുംബം ചിലപ്പോൾ ഏറ്റവും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വളർന്നു വന്ന ഒരു കുടുംബമായിരിക്കാം. ചിലപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും ദൈവാരാധനയുടെ ശക്തി കൊണ്ടും ആ കുടുംബത്തെ ദൈവം ഉയർത്തുമ്പോൾ നമ്മുടെ എതിർ കക്ഷികളുണ്ട്. മനുഷ്യരല്ല എതിർ കക്ഷികൾ. അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചില വസ്തുക്കളുണ്ട്. ആ ഹൃദയത്തിൽ കിടക്കുന്ന വസ്തുക്കൾ നാവിലേക്ക് വരുന്നു. നാവിൽ നിന്നത് വിഷം പോലെ പുറത്തേക്ക് ചീറ്റുന്നു. ഇത് ആരുടെയും കുറ്റമല്ല. ഇത് ലോകത്തിന്റെ സിസ്റ്റമാണ്. ആരെയും നമുക്ക് വിധിക്കാൻ അർഹതയില്ല. കാരണം ബലഹീനരാണ് മനുഷ്യർ. ഞാനും നിങ്ങളും എല്ലാവരും ബലഹീനരാണ്. ആ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. അതാണ് ജീവിക്കുന്ന ജീവനുള്ള ദൈവം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ബ്രദർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അസ്വസ്ഥയോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്നുവെങ്കിൽ അത് ദൈവനാമത്തിൽ ക്ഷമിക്കുക. കാരണം ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളായിട്ടും കൂടപ്പിറപ്പുകളായിട്ടും എൻ്റെ കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്ന എല്ലാവരെയും കാണുന്നത്. അത് സത്യമാണ്. എനിക്ക് പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഒരു ശക്തിയെ വിശ്വസിക്കുന്നു, ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുന്നു. കാരണം ആ ജീവനുള്ള ദൈവമാണ് എനിക്കിന്ന് ആയുസ്സും ആരോഗ്യവും തന്നിരിക്കുന്നത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു. വേറെ സമൂഹത്തെ നമ്മൾ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും, നമ്മുടെ ദൈവത്തെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അവൻ സർവശക്തനാണ്. അവൻ ആകാശത്തിലെ പക്ഷികളെ പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. പക്ഷികൾക്ക് എന്താ കുറവുള്ളത്? എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കും അതിനേക്കാൾ കാര്യങ്ങൾ ദൈവം ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ വചനം 2 സാമുവേൽ 22:8. കഷ്ടത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എവിടുന്ന്? തന്റെ ആലയം, സ്വർഗം എന്ന ആലയത്തിൽ നിന്ന് നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന പൊന്നുതമ്പുരാൻ. എന്താണ്? സ്വർഗം എന്ന ആലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പൊന്നുതമ്പുരാൻ. ഈ തമ്പുരാന്റെ കൃപയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എനിക്ക് നിങ്ങൾക്കും പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും തെറ്റുകൾ വന്നെങ്കിലും മറ്റുള്ളവരെ അവഹേളിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണെങ്കിലും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, മക്കൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു, മാതാപിതാക്കൾ മക്കളെ കുറ്റപ്പെടുത്തുന്നു, ഈ കാലഘട്ടത്തിൽ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ മാറി മുന്നോട്ട് കൃപയിലേക്ക് വരിക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ വിധിക്കാനോ അർഹതയില്ല, യോഗ്യതയില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുക. ഭർത്താവ്
ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പോരായ്മകളുണ്ടാകും. ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മനുഷ്യനാണ്, പോരായ്മകളുണ്ടാകും. നമുക്ക് ക്ഷമിക്കാനുള്ള ഹൃദയം തമ്പുരാനിൽ നിന്ന് നേടിയെടുക്കാം. എനിക്കും ഈ പറഞ്ഞ ഒരുപാട് പോരായ്മകളുള്ള വ്യക്തിയാണ്, ഞാനും ബലഹീനനാണ്. എൻ്റെ ജീവിത എക്സ്പീരിയൻസും ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്ത വ്യക്തിയാണ്. ആരെയും കുറ്റം പറയാൻ നമുക്ക് യോഗ്യതയില്ല, കാരണം ഞാൻ തന്നെയാണ് പ്രശ്നക്കാരൻ. അപ്പോൾ മറ്റുള്ളവരെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുത്. മറ്റുള്ളവരല്ല പ്രശ്നക്കാരൻ. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അശുദ്ധ വാക്കുകളാണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. വചനത്തിൽ അത് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവന്റെ നാവിൽ നിന്ന് വരുന്ന ദുഷ്ടത, മലിനത, അസൂയ, കുശുമ്പ്, മറ്റ് കാര്യങ്ങളും ദുഷ്പ്രവൃത്തികൾ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം എൻ്റെ പൊന്നുമക്കളെ, ദൈവമക്കളെ, ദൈവത്താൽ തിരഞ്ഞെടുത്ത ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവർക്ക് വേദന കൊടുക്കാതിരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. എനിക്കും പറ്റിയിട്ടുണ്ട്, എനിക്കും ഒരുപാട് പോരായ്മകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് എന്നും അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് എന്നെ പുതിയൊരു മനുഷ്യനായി രൂപാന്തരപ്പെടുത്തി വിശുദ്ധീകരിക്കണമേ എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആരെയും അവഹേളിക്കാതെ, ആരുടെയും തകർച്ചയിൽ സന്തോഷിക്കാതെ, ആർക്കും വേദന കൊടുക്കാതെ, നാവുകൊണ്ട് ആരെയും അവഹേളിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. മനുഷ്യനാണ്. ഇന്ന് നാവുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന വ്യക്തി നാളെ അതേ പ്രശ്നം അവർ ഫേസ് ചെയ്യും, ആരാണെങ്കിലും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്രതിസന്ധി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദൈവനാമത്തിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിക്കാം. ആർക്കും ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളോ, ഇന്ന് പല അവഹേളനകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈശോയെ തന്നെ പറയുന്നുണ്ട്, ഇവൻ ആ തച്ചന്റെ മകനല്ലേ. അപ്പോൾ ഈശോയുടെ ഹൃദയം എത്രത്തോളം വേദനിച്ച് കാണും. സാധാരണ ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ പുത്രനാകുന്നത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സമയത്താണ് യഥാർത്ഥത്തിൽ ദൈവപുത്രനായി പ്രഖ്യാപിക്കുന്നത്. അതുവരെ ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. സാധാരണക്കാരായ ഒരു മനുഷ്യൻ, ഒരു സ്വന്തമായിട്ട് ഒന്നുമില്ലാത്ത ഒരു വ്യക്തി. അപ്പോൾ നിങ്ങളൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടാവും, മക്കളുണ്ടാവും, സമ്പത്തുണ്ടാവും, വസ്തുവകളുണ്ടാവും. പക്ഷെ യേശുക്രിസ്തുവിന്റെ ജീവിതം എന്തായിരുന്നു? സ്വന്തമായിട്ട് ഒന്നും നേടിയിട്ടില്ല, ഒന്നുമില്ലാത്തൊരു ജീവിത രീതി. അത്രയും എളിമപ്പെട്ട് നമ്മളെ ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്നാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ യേശുവിന്റെ മക്കളാണെങ്കിൽ യേശുവിനെ നോക്കി നടക്കുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മക്കളാണെങ്കിൽ ആ ക്രിസ്തുനാഥനെ, ആ ജീവിക്കുന്ന ദൈവത്തെ നോക്കി നിങ്ങൾ എല്ലാവരും യാത്ര ചെയ്യുക, കർത്താവിലേക്ക് തിരിയുക, കർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് കർത്താവിന്റെ ഹൃദയത്തിൽ വേദനയാണ് കൊടുക്കുന്നത്. ഞാനും നിങ്ങളും. കാരണം നിങ്ങളിൽ ഒരുവൻ മാത്രമാകുന്നു ഞാൻ. നമ്മുടെ ദൈവത്തോട് നമുക്ക് ചേർന്നിരുന്ന് നമുക്ക് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, നമ്മുടെ തിന്മകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ തമ്പുരാനെ ഏൽപ്പിച്ച് നമ്മൾ ഇനിയുള്ള ജീവിതത്തിൽ തമ്പുരാന്റെ മക്കളായി നമുക്ക് ജീവിക്കാൻ ആഗ്രഹിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. 2 സാമുവേൽ 22:7. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. നിങ്ങൾ വിശുദ്ധിയോടുകൂടി, നിങ്ങൾ അനുതാപത്തോടുകൂടി, മറ്റുള്ളവർക്ക് വിധി എഴുതാതെ, നിങ്ങൾ നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും, പ്രാർത്ഥനാലയത്തിൽ നിന്നും, പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് ദൈവം തന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം, അവിടെ നിന്ന് നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, അനുദപിച്ച് പ്രാർത്ഥിക്കുക. തെറ്റുകൾ പറ്റിയെങ്കിൽ തെറ്റുകൾ പറ്റി എൻ്റെ ദൈവമേ എന്ന് ഞാൻ ആവർത്തിക്കത്തില്ല എന്നെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അനുഗ്രഹം ഉറപ്പ്, ദൈവാനുഗ്രഹം ഉറപ്പ്. അപ്പോൾ സാക്ഷ്യം കൂടി പറഞ്ഞേക്കാം, അതും കൂടി പ്രധാനപ്പെട്ടിരിക്കാൻ. അപ്പോൾ ഒരു മകൻ അറൗണ്ട് 2018-19 കാലഘട്ടത്തിൽ പ്രാർത്ഥനാലയത്തിലേക്ക് വന്നു. ആ മകൻ, അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 7 വർഷമായിട്ട് അവന് ജോലിയില്ല. നല്ല വിദ്യാഭ്യാസം, നല്ല കുടുംബം, നല്ല പാരമ്പര്യം, എല്ലാം ഓക്കെ. പക്ഷെ 7 വർഷമായിട്ട് സ്വന്തമായിട്ട് ഒരു പ്രൊഫഷൻ ചെയ്യാൻ ആ മകന് പറ്റുന്നില്ല. ഭാര്യയാണെങ്കിൽ നഴ്സാണ്, 2 ആൺകുട്ടികള്. പക്ഷെ വക്കീലാണ്, വക്കീൽ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ജോലി ലഭിക്കുന്നില്ല. ഭാര്യക്കാണെങ്കിൽ നാണക്കേടാ. കാരണം സ്വന്തം വീട്ടുകാരെല്ലാവരും ചോദിക്കുക,
ഇവൻ എന്താ ഇങ്ങനെ, ഇവന് വിദേശത്ത് പോയിക്കൂടെ, ഇവനൊരു ജോലി നോക്കിക്കൂടെ. പക്ഷെ വിദേശമോ കാര്യങ്ങളോ ഒരു വർക്കും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അവസാനം അവൻ പല മേഖലകളിലൂടെ, അല്ലെങ്കിൽ ആ വ്യക്തി, ആ മനുഷ്യൻ പല മേഖലകളിലൂടെ സഞ്ചരിച്ചു. അവസാനം എത്തിപ്പെട്ട് പ്രാർത്ഥന കൂട്ടായ്മയിൽ. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യം ദൈവം തന്നിരുന്നു. അപ്പോൾ ആ മകൻ പ്രാർത്ഥന തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ദൈവത്തെ വിളിക്കുക, അത് കഴിഞ്ഞാൽ മാത്രമേ ബ്രദർ വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ മകൻ അതനുസരിച്ച് 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 5, 6, 7 അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. ബ്രദറിന്റെ കോളോ കാര്യങ്ങളോ അവിടെ ലഭിക്കുന്നില്ല. ആ മകന് വിഷമമായി. അവൻ അവസാനം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേ, അങ്ങേക്ക് എന്നെ ഇഷ്ടമില്ല, അതുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ എന്നെ വിളിക്കാത്തത്. ഇതെന്തൊരു മനുഷ്യനാണ് എന്ന് പോലും ചിന്തിച്ച സാഹചര്യം അവന്റെ ഹൃദയത്തിലും അവന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അവസാനം ഒരു ദിവസം രാത്രി ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം, നമ്മുടെ ദൈവത്തിന് നമ്മളെല്ലാവരും അറിയാം, ദൈവം എനിക്ക് ഈ മകന്റെ പ്രാർത്ഥന കാണിച്ചു തന്നു. ഞാൻ അവന്റെ പ്രാർത്ഥന വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, അവനെ വിളിക്കണം. അവൻ വളരെ ഒരു മനസ്സിന്റെ ഭാരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, നീ അവനെ വിളിക്കണം. ഞാൻ അവനെ വിളിച്ചു. പിറ്റേ ദിവസം ഞാൻ തലേദിവസം മെസ്സേജ് എടുത്തു, ബ്രദർ നാളെ ഫ്രീ ആണെങ്കിൽ ഞാൻ വിളിക്കാം, പ്രിപ്പയർ ആകാൻ പറഞ്ഞു. അവൻ പ്രിപ്പയർ ആയി, ബൈബിൾ നോട്ട്ബുക്ക് പെന്നൊക്കെ ആയിട്ട് പ്രിപ്പയർ ആകാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, സംസാരിച്ചു. ഞാൻ എല്ലാ കർത്താവ് വിളിച്ചു സംസാരിച്ചു എന്ന് പറയാം, ഞാൻ ഉപകരണം മാത്രം സംസാരിച്ചു. അപ്പോൾ സംസാരത്തിൽ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവനുള്ള മെസ്സേജുകൾ തരാൻ തുടങ്ങി. അപ്പോൾ അവനോട് ആദ്യം കൊടുത്ത മെസ്സേജ്, നീ അനുദവിച്ച് തമ്പുരാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. രണ്ടാമത് കൊടുത്ത കാര്യം, നീ പൂർണ്ണമായിട്ടും കുമ്പസാരിച്ചിറങ്ങി വിശുദ്ധ കൂദാശ കൈക്കൊള്ളുക. മൂന്നാമത് കൊടുത്ത കാര്യം, നീ എത്രയും പെട്ടെന്ന് തന്നെ, സഹോദരൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു 5 ദിവസത്തെ ധ്യാനം കൂടി കർത്താവിനെ ഒന്ന് പൂർണ്ണമായിട്ട് അറിയുക. പിന്നീട് പ്രാർത്ഥനകളും കാര്യങ്ങളും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ തന്നെ അവനത് എഗ്രി ചെയ്തു. അവൻ പറഞ്ഞു, ബ്രദർ, ഞാൻ ഇതെല്ലാം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അടുത്ത മെസ്സേജ് തന്നു, ഈ കാര്യങ്ങൾ ഇവൻ ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഇവന് ജോലി ലഭിക്കും. എന്താ, ഈ കാര്യങ്ങൾ ഇവൻ ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഇവന് ജോലി ലഭിക്കും എന്ന് മെസ്സേജ് കിട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ തമ്പുരാൻ ജോലി തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതനുസരിച്ചു, അവൻ വിശ്വസിച്ചു, അനുസരിച്ചു. ഞാനല്ല അവിടെ പറയുന്നത്, എനിക്ക് പറയാനുള്ള യോഗ്യതയില്ല, കഴിവില്ലാത്ത ബലഹീനനായ മനുഷ്യൻ, അതിനേക്കാൾ വലിയ ക്രൈസിസ് അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ. പക്ഷെ ദൈവത്തിന് ഓരോ മനുഷ്യനെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. അപ്പോൾ അവൻ അതുപോലെ ആദ്യത്തെ ദിവസം അവൻ പോയി, അവൻ പള്ളിയിൽ പോയി, അവൻ്റെ കുമ്പസാരം കാഴ്ചവെച്ചു, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസമാകുമ്പോൾ പെട്ടെന്ന് ധ്യാനത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടി. അവൻ ആ പറഞ്ഞ സമയത്ത് തന്നെ എന്തോ ദൈവത്തിന് നന്ദി ഞാൻ പറയുന്നു. ആ 3-ാം ദിവസം അവൻ നേരെ പോയി ധ്യാനത്തിന് പങ്കെടുത്തു. ആ 2-ാം ദിവസം എനിക്ക് ആ പറഞ്ഞ സമയങ്ങളിൽ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അതെന്തായെന്നുള്ള അവൻ പോയി 5 ദിവസം ധ്യാനം കൂടി, 5 ദിവസം 3 ദിവസം ഒന്നും അറിയത്തില്ല, ഒരു ധ്യാനം കൂടി, അഭിഷേകം പ്രാപിച്ചു. തിരിച്ചു വന്നപ്പോഴേക്ക് 6-ാം ദിവസമായി. എറൗണ്ട് എനിക്ക് തോന്നുന്നു ആ ചെറിയ സമയങ്ങളിൽ അവൻ അത് അനുസരിച്ചു. 6-ാം ദിവസം ആകുമ്പോൾ അവന് പ്രതീക്ഷിക്കാണ്ട് 6-ാം ദിവസം വൈകുന്നേരം അവനൊരു കോൾ വരുന്നു. എനിക്ക് അവനോ ആ പയ്യനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ നാടോ വീടോ ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ല. പിന്നീട് സാക്ഷ്യം പറയുമ്പോഴാണ് കണ്ണൂരാണ്, ഇന്ന സ്ഥലത്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്ഥലമോ പ്ലേസോ ഒന്നും പ്രാധാന്യമോ ഒന്നും നമ്മുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ എളിമയും നമ്മുടെ അനുതാപവും തിരിച്ചു വരാനുള്ള ഒരു കൃപയുമാണ് തമ്പുരാൻ ആവശ്യം. അങ്ങനെ ആ മകൻ 6-ാം ദിവസം വൈകുന്നേരം വന്നു. അവന് കോൾ വന്നു, എന്താ, അരുൺ എന്നാണ് പേര്. അപ്പോൾ അരുൺ, നിനക്കൊരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞൊരു കോൾ വന്നു. അവനത് അത്ഭുതമായി പോയി. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, ഞാൻ പോയി. അപ്പോൾ തന്നെ പരിശുദ്ധ മോനെ, നിനക്ക് അരുൺ, ഇത് നിനക്കുള്ള ജോലിയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് കിട്ടുന്ന മെസ്സേജ്, ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോവുക, ആ ജോലി നിനക്കുള്ളതാണ് എന്ന് മെസ്സേജ് ദൈവാത്മാവ് വെളിപ്പെടുത്തി. കാരണം കർത്താവിന്റെ ആത്മാവ് ജീവിക്കുന്ന ആത്മാവാണ്. നിങ്ങൾ പല ആളുകളും പല രീതിയിൽ അവഹേളിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷെ ഞാൻ പറയുന്നു, ആ സത്യത്തെ എനിക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയില്ല. അതൊരു സത്യമാണ്, അതൊരു ഫെയ്ത്ത് ആണ്, അതൊരു റിയാലിറ്റിയാണ്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അങ്ങനെ അരുണ്
പ്രതീക്ഷിക്കാണ്ട് ഇന്റർവ്യൂ വരുന്നു. പിന്നീട് ഇപ്പൊ എന്തായതാന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ അരുണിന് കോൾ വരുന്നു, അരുൺ ഇന്റർവ്യൂവിന് നെക്സ്റ്റ് ഡേ പ്രിപ്പയർ ആവുന്നു. നെക്സ്റ്റ് ഡേ അതിനെക്കാട്ടും വലിയൊരു അത്ഭുതമാണ്, അവൻ ഇന്റർവ്യൂവിന് പോകാൻ അന്ന് വൈകുന്നേരം ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ അവനൊരു ലോട്ടറി എടുത്തിരുന്നു. അവൻ എന്നോട് പറഞ്ഞ കാര്യം, ബ്രദർ എന്റെ കയ്യിൽ പൈസ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ഭാര്യയോട് ചോദിക്കാൻ എനിക്ക് നാണക്കേട്, എനിക്ക് പറ്റത്തില്ല, ആരും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്റെ പൈസയിൽ നിന്നും ഈ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ അവന് ആ ലോട്ടറിയിൽ തന്നെ, അന്നത്തെ ദിവസത്തെ ലോട്ടറിയിൽ അവൻ 5000 രൂപ പ്രൈസ് അടിച്ചു. അവൻ ആ പൈസ എടുത്തിട്ട് അവനുള്ള ഇന്റർവ്യൂവിനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, ഷൂ കാര്യങ്ങൾ, അത്യാവശ്യ എക്യുപ്മെന്റ് ഒക്കെ വാങ്ങി അവൻ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആയി പോയി. ഇന്റർവ്യൂ 2 ഘട്ടങ്ങളായിട്ട് 3 ഘട്ടങ്ങളായിട്ട് ഇന്റർവ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടം ഇന്റർവ്യൂ കഴിഞ്ഞ് അവനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, അവനേക്കാൾ അറിവുള്ള ഒരുപാട് പേർ അവിടെ ഇരിക്കുന്നുണ്ട്. വേക്കൻസി ആണെങ്കിൽ 1-2 വേക്കൻസി, 1 വേക്കൻസി ആണെന്ന് തോന്നുന്നു, കുറെ ആളുകൾ അവിടെയുണ്ട്. ആദ്യത്തെ ഘട്ടം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവന്റെ ഡോക്യുമെന്റ്സ് വാങ്ങിയിട്ട് അവർ പറഞ്ഞു, അരുൺ പോയിക്കോളൂ, ഞങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നാളെയും കൂടി വരണം. അപ്പോൾ അരുൺ വീട്ടിലെത്തിയിട്ട് എനിക്ക് അപ്ഡേഷൻ ചെയ്തു, ബ്രദറെ ഇന്റർവ്യൂ പിന്നെ ഓൾറെഡി ഓക്കെ ആണോ എന്ന് എനിക്കറിയത്തില്ല, ആദ്യത്തെ ഘട്ടം ഇന്റർവ്യൂ കഴിഞ്ഞ് കുറെ ആളുകളുണ്ട്, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അരുൺ ഈ ജോലി നിനക്കുള്ളതാണ്, നിനക്ക് മാത്രമുള്ളതാണ് എന്നാണ് പരിശുദ്ധാത്മാവ് തന്നത് സന്ദേശം. അവൻ കൺഫ്യൂഷനാണ്, കാരണം കുറെ ആളുകളുണ്ട്, എക്സ്പീരിയൻസ് അവനേക്കാൾ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരു ചാൻസും ഇല്ല. പക്ഷെ ആദ്യത്തെ ഘട്ട ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം അവർ പറഞ്ഞ്, നിങ്ങളെ നാളെ ഒരു ഇന്റർവ്യൂ കൂടി അതിൽ കൂടി അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നടത്തിക്കുക, അതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത്, അവന് ഒരു ചാൻസും ഇല്ല എന്ന് അവനറിയാം. പക്ഷെ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം അവിടെ നടന്നു. അത്ഭുതം ഇതായിരുന്നു, ആ വേർഡിൽ പങ്കെടുത്ത എല്ലാവരോടും പോയിക്കോളാൻ പറഞ്ഞു. അരുണിനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, നിന്നെ ഞങ്ങൾ ഇനി 3-4 ഇന്റർവ്യൂ ഒന്നുമില്ല, നിന്നെ ഞങ്ങൾ ജോലിക്ക് എടുത്തിരിക്കുന്നു, അപ്പൊ അവിടെ ആരെ റെക്കമെൻഡ് ചെയ്തത്? ഇമ്മാനുവൽ ബ്രദർ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, വേറെ ആരും ലോകത്തിൽ ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അവിടെ റെക്കമെൻഡ് ചെയ്തതാണ് കർത്താവിന്റെ സാന്നിധ്യം. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ്, കർത്താവിന്റെ സാന്നിധ്യമാണ് അവിടെ നടക്കുന്നത്, കർത്താവിന്റെ പ്രസന്റേഷനാണ് അവിടെ നടക്കുന്നത്. ഇതൊരു എൻ്റെ കയ്യിൽ സാക്ഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, സാക്ഷ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ അരുണിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? കർത്താവിന്റെ പ്രസന്റേഷൻ, അവൻ ദൈവത്തിന്റെ മകനാകാൻ തീരുമാനിച്ച സമയം മുതൽ തന്നെ സ്വർഗം ഇടപെടുന്ന ഒരു അനുഭവമാണ്, സ്വർഗത്തിലെ ദൈവം ഇടപെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു കഥയല്ല, ഒരു റിയാലിറ്റിയാണ്, സത്യമാണ് ഞാൻ ഈ പറയുന്നത്, ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും. അതാണ് ഈ വചനം. അന്ന് ആ മകന് അരുണ് ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്ത വചനം ഈ വചനമായിരുന്നു. എന്താ? 2 സാമുവേൽ 22:7 നീ എഴുതി പ്രാർത്ഥിക്കാനും ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു, മറ്റു കാര്യങ്ങൾ അതുപോലെ ചെയ്യാനും പറഞ്ഞിരുന്നു. കുർബാനക്ക് പ്രാധാന്യം കൊടുക്കണം. ഈശോയുടെ സാന്നിധ്യമില്ലാതെ ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് നേടിയിട്ടും ഒരർത്ഥവുമില്ല, വ്യർത്ഥമായ നേട്ടമായിരിക്കും. അതാണ് വിശുദ്ധ കുർബാന. നമ്മൾ വൈദികന്മാർക്കും എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുക, അവരെ നിന്ദിക്കരുത്. ഞാനൊരു അപേക്ഷ വെക്കുന്നു, അവർക്ക് പോരായ്മകൾ ഉണ്ടാകാം, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവര് ബലഹീനരായ മനുഷ്യരാണ്, അവരെ നിന്ദിക്കരുത്. എന്നെയും നിങ്ങളെയും ഇത്രയേറെ ഉരുക്ക് മനുഷ്യരായി മാറ്റിയിരിക്കുന്നത് അതൊരു വൈദികന്റെ സാന്നിധ്യത്തിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്കും നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ അവരെ നമ്മൾ അവഹേളിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അവരെ നിശ്ചയിച്ചിരിക്കുന്നത് ജീവനുള്ള ദൈവമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാണ്ട് കുറ്റം പറയുകയല്ല ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. എനിക്കും പോരായ്മകൾ വരാം, ഞാൻ ബലഹീനരാണ്, നിങ്ങളും അതെ. പക്ഷെ എങ്കിലും ഞാൻ ഒന്ന് പറയുന്നു, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വീഴ്ചയിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള സൊല്യൂഷൻ, അവരെ ദൈവകൃപയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സൊല്യൂഷൻ തേടാൻ ആഗ്രഹിക്കുക. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറ്റുക. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കൂടെ ഒരാൾ വീണാൽ ദയവ് ചെയ്ത് അവരെ പരിഹസിക്കരുത്. അവരെ ആ വീഴ്ചയിൽ നിന്നും രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടെത്തുക. അവരെ പരിഹസിക്കരുത്, അവരെ കുറ്റം പറയരുത്, അവരെ വിധിക്കരുത്. കാരണം ആ വിധിയിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും വിധിക്കപ്പെടും, ഞാനും. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു, നമ്മളെല്ലാവർക്കും നന്മ ചെയ്യുക. നന്മ ചെയ്ത് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾക്ക് യാത്ര ചെയ്യാം.
ഇന്നത്തെ സുപ്രഭാതം മുതൽ സായാഹ്നം വരെയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമുള്ളതായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദറിന്റെ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ അനുജനാണ്, നിങ്ങളുടെ മകനാണ്, നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ കൂടപ്പിറപ്പാണ്, നിങ്ങളുടെ ഒരു ബ്രദറായിട്ട് ബ്രദറിനെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിലോ പ്രാർത്ഥന ഗ്രൂപ്പിലോ മറ്റു മേഖലകളിലോ ഫോർവേഡ് ചെയ്ത് ഈ യൂട്യൂബ് ചാനലിനെ ദൈവത്തിന്റെ ചാനലായി മാറ്റിയെടുക്കുക. എൻ്റേതല്ല, ദൈവത്തിൻ്റെതായി മാറ്റിയെടുക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നൊരാഗ്രഹമാണുള്ളത്. ആർക്കെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ഒരാഗ്രഹമുണ്ട്. ദൈവം അനുവദിക്കുമെങ്കിൽ, സ്വർഗത്തിലെ ദൈവമാണ് എല്ലാത്തിൻ്റെയും സ്രോതസ്, അവിടുന്നാണ് സർവശക്തൻ. അവിടുത്തെ കൃപയിൽ നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, എന്താണ് അപേക്ഷിക്കുന്നത്? നിങ്ങൾ അനുതപിക്കുക. ഓരോരുത്തരും നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പ്രാധാന്യം കൊടുക്കുക, ദൈവ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന് വില കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് 2 സാമുവേൽ 22:7 എന്ന വചനം നിങ്ങൾ നിയോഗം വെച്ചിട്ട് 1000 തവണയൊക്കെ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ ഹൃദയവിശുദ്ധിയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ നിയോഗത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യമുണ്ട്, ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ റിയാലിറ്റി പറയാം. നിങ്ങൾ ഒരാവശ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം ദൂതന്മാരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും. അല്ലെങ്കിൽ ദൈവം പ്രസ്ഥാനങ്ങളെ, മേഖലകളെ, വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നേരിട്ട് ഇറങ്ങി വരാൻ ദൈവത്തിന് പറ്റാത്ത സാഹചര്യമാണ്. കാരണം നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. അതുകൊണ്ടാണ് പാപത്തിൽ കിടക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങൾ എല്ലാവരും. കാരണം നമ്മുടെ ജീവിതം എല്ലാവരുടെയും അതുപോലെ തന്നെ. പല ആളും പറയും, എനിക്ക് പാപമൊന്നുമില്ല, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ആരെയും തെറി വിളിക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, എല്ലാവർക്കും പാപമുണ്ട്. ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും പാപമുണ്ട്. പാപമില്ല എന്ന് പറയുന്നവൻ ക്രിസ്തുവിനെ അല്ല ആരാധിക്കുന്നത്, വേറൊരു ശക്തിയെ. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാപമുണ്ട്. എന്താണ് പാപം? നാവ് കൊണ്ടൊരു തെറി പറഞ്ഞാലും പാപം, കണ്ണുകൊണ്ട് ഒരു വ്യക്തിയെ മോശമായി ഒന്ന് ജസ്റ്റ് നോക്കിയാലും പാപമാണ്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു മിസ്റ്റേക്ക്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നില്ല, അത് വലിയൊരു പാപമാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കുന്നില്ല, അത് വലിയൊരു പാപമാണ്. അങ്ങനെ 100 കണക്കിന് 1000 പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വരുന്നുണ്ട്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. എല്ലാവരിലും ഈ ലോകത്ത് ജനിച്ച എല്ലാവരിലും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പാപമുണ്ട്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. നമ്മൾ പാപികളാണ്, ബലഹീനരാണെന്ന് ഏറ്റുപറയുക, അനുദപിക്കുക, ദൈവസന്നിധിയിൽ സറണ്ടർ ആവുക, ദൈവവചനം പാലിക്കുക. നിങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. കർത്താവിന്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരുണ ഈ മക്കളിൽ എല്ലാവരിലും നിറയണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരുജലമേ, തിരുരക്തമേ, ഈ മക്കളെയും കുടുംബത്തെയും, കുടുംബാംഗങ്ങൾ, ഇവിടെ കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മക്കളുടെ മേഖല, രോഗാവസ്ഥയിൽ, അതുപോലെ ശാരീരിക മാനസികമായിട്ടുള്ള മുറിവുകൾ ഉണക്കി അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചെയ്തേ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കൊരു മിനിറ്റ് ഒന്ന് എല്ലാവരും ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ അമ്മയോട് ചേർന്ന് 1 മിനിറ്റ് അമ്മയെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരാൻ വേണ്ടിയിട്ടും, ദൈവമേ അങ്ങയുടെ കൃപ നിറയാൻ വേണ്ടിയിട്ടും, അങ്ങയുടെ കരുണ വർഷിക്കാൻ വേണ്ടിയിട്ടും, ദൈവസ്നേഹം നിറയാൻ വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ദൈവമക്കളെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവാത്മാവ് ദർശിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കാണുന്നുണ്ട്. അവിടുന്ന് സർവശക്തനാണ്. അവിടുത്തെ പോലെ ആരാധ്യൻ ആരുണ്ട്?
നിങ്ങൾ മനുഷ്യനേക്കാൾ ഉപരി ഞാൻ ഒരു കാര്യം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക. അവിടുന്ന് നിങ്ങളെ സഹായിക്കും. അവിടുന്ന് നിത്യസഹായകനാണ്. എല്ലാ സമയത്തും ദൈവത്തിന്റെ മക്കളെ രക്ഷിക്കാൻ ദൈവം ദൂതന്മാരെ വിട്ട് സംരക്ഷിക്കും. യേശുവെ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാ മക്കൾക്കും കുടുംബത്തിലും ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 സാമുവേൽ 22-7 തിരുവചനത്തിന്റെ ശക്തി അതിശക്തമായിട്ട് എല്ലാ മക്കൾക്കും വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കടബാധ, രോഗാവസ്ഥ, ശാരീരിക മാനസികമായിട്ടുള്ള അസ്വസ്ഥതകള്, അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിദേശ യാത്രക്ക് തടസ്സം അനുഭവപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മനസ്സിന്റെ മുറിവുകളേറ്റ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മനോവേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ, പഠന മേഖലകളിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി എല്ലാ കന്യാസ്ത്രീമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നമ്മൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർലോകത്തിലെ ദൈവമായ കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്ക് വേണ്ടി ദൈവസ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി, ഞങ്ങളുടെ തെറ്റുകൾ കുറ്റങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെല്ലാവരെയും ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ കൃപയിൽ, അങ്ങയുടെ കരുണയിൽ വളർത്തണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിന്റെ വലിയ പ്രതിസന്ധിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും, നമ്മുടെ നാവിന്റെ എന്തെങ്കിലും കെട്ടുകളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ച് ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ വചനത്തിൽ, അങ്ങയുടെ കൂദാശയിൽ നമ്മളെല്ലാവരെയും നയിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്ന കർത്താവേ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാ മക്കൾക്കും കുടുംബത്തിലും വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ.